ഇന്ത്യയിലെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വളരെ വ്യക്തമായ ആധികാരികതയോടെ എക്സിറ്റ് പോൾ സർവേകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് ലോക് പോൾ. അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേ ഇന്ത്യയിൽ നടക്കുന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളുടെ സർവേ ഫലങ്ങൾ പുറത്തുവിടുകയാണ്. അതിൽ കേരളത്തിൽ നടക്കുന്ന നിലമ്പൂരിലെ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 48% വോട്ട് ഷെയറോടെ UDF ഒന്നാമതെത്തുമെന്നും 37% വോട്ട് ഷെയർ മാത്രമേ അവിടെ ഇടതുമുന്നണിക്ക്, അതായത് ഇപ്പോൾ CPIM സ്ഥാനാർത്ഥിയായി M സ്വരാജിന് ലഭിക്കുകയുള്ളൂ എന്നുമാണ് ലോക് പോൾ സർവേ പറയുന്നത്. അതിൽ പറയുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. 4% വോട്ട് ഷെയർ മാത്രമേ PV അൻവറിന് ലഭിക്കുകയുള്ളൂ. BJPക്ക് പോലും 5%-ൽ കൂടുതൽ വോട്ട് ഷെയർ ലഭിക്കുമ്പോൾ PV അൻവർ അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ള പത്രിക തള്ളുകയും അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 4%-ൽ താഴെയുള്ള വോട്ട് ഷെയർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് BJPക്ക് ശരാശരി 9,000 വോട്ടുകൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ടുകൾ കിട്ടി. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ അത്ര തന്നെയോ നിലനിർത്തുമ്പോൾ സ്വരാജിന് 37%വും അൻവറിനെ സംബന്ധിച്ചിടത്തോളം 6,500 വോട്ട് പരമാവധി ലഭിച്ചാലായി എന്നുള്ളതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2,30,000 വോട്ടുകളുള്ള നിലമ്പൂരിൽ ശരാശരി പോൾ ചെയ്യുന്നത് 1,80,000 വോട്ടുകളാണെങ്കിൽ ഏകദേശം 85,000-ന് മുകളിൽ വോട്ട് അവിടെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചെടുക്കുകയും 65,000 മുതൽ 70,000 വോട്ടുകൾ വരെ പരമാവധി M സ്വരാജിന് ലഭിക്കുന്ന സാഹചര്യം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതായത് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം M സ്വരാജിനെതിരെ അവിടെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ലഭിക്കും എന്ന കണക്കൂട്ടലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പല മാധ്യമ സ്ഥാപനങ്ങളും പരിശോധിച്ച് വരികയാണ്. എന്നാൽ തന്നെ അതിനകത്ത് 5 പോയിന്റ്സുകൾ കൃത്യമായി ലോക് പോൾ സർവേ പറയുന്നുണ്ട്. NH-66-ലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള അലംഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വന്യജീവി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാത്ത സംസ്ഥാന വനംവകുപ്പിൻ്റെ പിടിപ്പുകേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജനവിരുദ്ധ വികാരം, പിണറായി വിജയനെതിരെയുള്ള ജനവിരുദ്ധത അത് വ്യക്തമായി പ്രതിഫലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അത് ഒരു മുൻതൂക്കമാകും. ആര്യാടൻ ഷൗക്കത്തിന് അത് ഒരുപക്ഷെ 15,000-നും 20,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കും എന്ന കാരണങ്ങളാണ് ലോക് പോൾ സർവേ പറയുന്നത്. എന്നിരുന്നാലും ഏറ്റവും വിശ്വസനീയമായ ഏജൻസികളിൽ ഒന്നായി തന്നെ അവരെ കണക്കാക്കുന്നുണ്ട്. അവർ പ്രവചിച്ചിട്ടുള്ള അപൂർവം ചില തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രഡിക്ഷൻ സാധാരണ നിലയിൽ തെറ്റാറില്ല എന്നുള്ളതാണ്. ലോക് പോളിനെ വിശ്വാസത്തിലെടുക്കാൻ ഇടതുപക്ഷവും തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ പണ്ടേ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDFന് വലിയ മേൽക്കൈ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്.